പ്രിയ കൂട്ടുകാരെ, ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിലാദ്യമായി മാട്ടുപ്പെട്ടിയുടെ അതിവിശാലമായ ജലാശയത്തിൽ സീപ്ലെയിൻ പറന്നിറങ്ങുന്ന അത്യപൂർവ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരും ടൂറിസം വകുപ്പും സംയുക്തമായി കൈകോർത്തതുകൊണ്ട് മാത്രമാണ് മാട്ടുപ്പെട്ടി ജലാശയത്തിൽ സീപ്ലെയിനിന് ഇന്നത്തെ ഈ പരീക്ഷണപ്പറക്കൽ വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ സീപ്ലെയിൻ പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീമാൻ ജോഷി അഗസ്റ്റിൻ അവറുകളും ഇടുക്കി ജില്ലയുടെ സ്വന്തം മണിയാശാനും എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി അത് ചരിത്ര നിമിഷമാണ് ഇടുക്കിയെ സംബന്ധിച്ച്. ഇത് ഇടുക്കിയെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ അഭിമാന നിമിഷമാണ്. ഒരു തലത്തിൽ ടൂറിസം രംഗത്ത് ഒരു സീപ്ലെയിൻ മാട്ടുപ്പെട്ടിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. വിജയകരമായിട്ടുള്ള പറക്കൽ അത് എത്ര അഭിമാനത്തിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്ന് രാവിലെ ബോൾഗാട്ടിയിൽ നിന്ന് ബഹുമാനായ ടൂറിസം മന്ത്രി റിയാസ് മിനിസ്റ്ററാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. നമ്മൾ നേരി കണ്ടു, ഒരു ജലാശയത്തിൽ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താ, ഇനി കാണാൻ പോകുന്നത് എന്താ, ഈ ജലാശയത്തിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങി ടേക്ക് ഓഫ് ചെയ്യാൻ പോവുക. ഇതൊക്കെ ടൂറിസം രംഗത്തെ വലിയ മാറ്റങ്ങൾക്കാണ് ചേർക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അഭിമാനമുണ്ട്. വരുംകാല ഭാവിയിൽ ഇത് വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധിക്കും. ഇത് വിവിധ തലങ്ങളിൽ ഉഡാൻ പദ്ധതി കേന്ദ്ര ആഭ്യന്തര വ്യോമയാന മന്ത്രാലയത്തിൽ കീഴിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ റീജിയണൽ കണക്ടിവിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗം എന്നുള്ളതുകൊണ്ട് തന്നെ ഒട്ടേറെ ഗുണം ഇതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള അവസരങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നൊരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. വരുംകാല ഭാവിയിൽ ഇപ്പോൾ കോവളം, തിരുവനന്തപുരത്ത്, ആലപ്പുഴയിലെ വേമ്പനാട്ടുകായൽ, കൊല്ലത്തെ അഷ്ടമുടിക്കായൽ, കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ, പാലക്കാട്ടെ മലമ്പുഴ ഡാം, അങ്ങനെ വ്യത്യസ്തങ്ങളായ ജല സംഭരണികളിൽ നമുക്ക് ഇത്തരം പ്രായോഗികമായിട്ടുള്ള സമീപനം സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇത് ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ, സമയം നഷ്ടമാകാതെ ധാരാളം സ്ഥലം കണ്ടുമടങ്ങാൻ വിദേശ ടൂറിസ്റ്റുകൾക്ക് അവസരം ഒരുക്കുന്ന ഇത് നമ്മുടെ വലിയൊരു നേട്ടമാണ്. അതിൻ്റെ പ്രാരംഭം ഈ ഇടുക്കിയിൽ ഈ വിമാനം ഇറങ്ങിയതിലൂടെ ഞങ്ങളൊക്കെ വലിയ സന്തുഷ്ടരാണ്. ഇത് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞ ഞങ്ങൾ അഭിമാനത്തോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു ആശങ്ക കൂടി വരുന്നുണ്ട്. കാരണം വകുപ്പ് ചില ആശങ്ക ഈ അവലോകന യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും, ആനത്താരിയാണ്, ആനകളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ഒരു ആശങ്ക അവരുടേതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഏതൊരു പ്രതിസന്ധിയെയും അത്തരം കാര്യങ്ങളിൽ അതിജീവിച്ച് പോകാൻ കഴിയുന്ന തലത്തിലുള്ള മാർഗങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. എവിടെയെങ്കിലും വഴിയിൽ ഒരു മരക തടസ്സം ഉണ്ടായതും കൊണ്ട് നമ്മളാരും തിരിച്ചു പോകും, അത് നീക്കി മുന്നോട്ട് പോകും. ഇതായിട്ട് ജനങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണം. ഈ നാടിൻ്റെ വികസനമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്. അത്തരം കാര്യങ്ങളെ നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ? അല്ല, വന്യമൃഗം വരുന്നുണ്ടോ എന്ന് വിചാരിച്ചപ്പോൾ വന്യമൃഗത്തെ മുഴുവൻ കാട്ടി നോക്കിയിട്ട് ഈ രാജ്യത്ത് ഇത് നടത്താൻ പറ്റുമോ? രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ മാത്രം എന്താ പ്രത്യേകത? ഇതിന് തരംഗം വെക്കാനായാലും ശ്രദ്ധിക്കാതിരിക്കുക. ഇത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും സഹകരിക്കുക. നാടിൻ്റെ ഉന്മേഷപരമായ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെ അക്കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ഷൻ ഒഴിവാക്കാൻ ഇപ്പോൾ വരുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സംരക്ഷണം നമ്മൾ കൊടുക്കുന്നില്ലേ? അത് വീണ്ടും തുടരും. ഈ നാടിൻ്റെ മഹത്തായ ഒരു മാറ്റത്തിലും നേട്ടത്തിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകോർക്കണം. ഇത് വിജയകരമായി പൂർത്തീകരിക്കണം. ഇന്നല്ല ഇതിൻ്റെ വിജയം നമ്മുടെയൊക്കെ കാലത്തിന് ശേഷമായിരിക്കും. വരുംകാല ഭാവിയെക്കുറിച്ചിട്ടുള്ള വലിയ ഒരു തീമാണിത്. ഇന്ന് തുടങ്ങുന്നു എന്ന് വിചാരിച്ച് നാളെ രാവിലെ തൊട്ട് ഇതിൻ്റെ വലിയ പ്രയോജനമാക്കി മാറുന്നുള്ളതല്ല. വരുംകാല ഭാവിയിൽ ഇത് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയുടെ തുടക്കമാണ് ഇങ്ങോട്ട് കുറിച്ചിട്ടുള്ളത്. വനം വകുപ്പിൻ്റെ ആശങ്കയ്ക്കെതിരായുള്ള ഇടുക്കിയുടെ പ്രിയപുത്രൻ മണിയാശാൻ്റെ ചുട്ട മറുപടി എല്ലാവരിലും ചിരിയുണർത്തി. ഈ പടയപ്പ് സ്ഥിരം കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതല്ല, ആന ഡാമിൽ ഇറങ്ങാനുള്ളതല്ലല്ലോ. ആന വെള്ളത്തിലില്ലേ, ഡാമിൽ വെള്ളമല്ലേ, മത്സ്യം വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് പ്രശ്നം. ആകെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഒരു കാര്യം ചെയ്താൽ വനംവകുപ്പുകാർ വെള്ളം കോരി കൊടുക്കുന്ന ആനയുടെ ഒക്കെ വായിലൊഴിച്ചിട്ടുണ്ട്. അതോട് വേറെ പണി നോക്കാം. ഈ സീപ്ലെയിൻ സ്വീകരിക്കുവാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നിവിടെ ഈ മാട്ടുപ്പെട്ടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ടൂറിസം വകുപ്പും കേരള സർക്കാരും സമ്മിശ്രമായി കൈകോർത്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ സീപ്ലെയിൻ സംവിധാനം പ്രാവർത്തികമായാൽ കൂടുതൽ വിദേശികളെ, കൂടുതൽ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ ഇതൊരു ചൂണ്ടുപലക ആകും എന്നുള്ള കാര്യത്തിന്
യാതൊരു സംശയവുമില്ല. ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ മലമടക്കുകളിൽ ഇനിയും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന 100 കണക്കിന് കാണാക്കാഴ്ചകളിലേക്ക് വെളിച്ചം വീശുവാൻ കാരണമാകട്ടെ, ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.